Hello. 'Hello'. പതിനൊന്ന് പേര്. വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സോ UGC നെറ്റിൻ്റെ എക്സാംസ് വരുവാണ്. അപ്പോൾ പേപ്പർ 2 ഇംഗ്ലീഷ് എടുത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. കേൾക്കാവോ? ഇന്ന് മോഡേൺ ഏജിലെ റൈമേഴ്സ് ക്ലബ്ബാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ടേ.
റൈമേഴ്സ് ക്ലബ് എന്ന് പറയുമ്പോൾ വാസ് എ ഗ്രൂപ്പ് ഓഫ് ലണ്ടൻ ബേസ്ഡ് മെയിൽ പോയിറ്റ്സ് ആയിരുന്നു. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 1890 ഇത് ഫൗണ്ട് ചെയ്യുന്നത്. WBH ആയിരുന്നു ആൻഡ് ഏർണസ്റ്റ് റൈസ് ആയിരുന്നു. പിന്നെ ഒറിജിനലി നോട്ട് മച്ച് മോർ ദാൻ എ ഡൈനിങ് ക്ലബ്, ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ആന്തോളജീസ് ഓഫ് പോയിട്രി ഇൻ 1892 ആൻഡ് 1894. റൈമേഴ്സ് ക്ലബിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏർണസ്റ്റ് ഡൗസൺ, ലയണൽ ജോൺസൺ, ഫ്രാൻസിസ് തോംസൺ, റിച്ചർഡ് ഗിലിയൻ, ജോൺ ഗ്രേ, ജോൺ ഡേവിഡ്സൺ, എഡ്വിൻ ജെ എലിസ്, വിക്ടർ പ്ലാർ, etc. In Irish dramatic movement എന്ന് പറയുന്നത് the movement that made the revival of Irish folklore, traditions and customs possible within a short period of time, from the beginning of the 1890s till the beginning of the 1900s. Irish dramatic movement എന്ന് പറയുമ്പോൾ the movement that made the revival of Irish folklore, traditions and customs possibly within a short period of time. 1890s ഈ ഐറിഷ് ഡ്രാമാറ്റിക് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് മെമ്പേഴ്സ് എന്ന് പറയുന്നത് WBH, പിന്നെ ലേഡി ഗ്രിഗറി, എഡ്വേർഡ് മാർട്ടിൻ, JM സിഞ്ച്, ഇവരൊക്കെയായിരുന്നു ഐറിഷ് ഡ്രാമാറ്റിക് മൂവ്മെൻറ്റിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓഡൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് 30s poets or Auden generation, group of British and Irish writers active in the 1930s that include W.H. Auden, Louis Magnus, Cecil D. Lewis, Stephen Spencer, Christopher Irishwood, and sometimes Edward Upward and Rex Warner. Georgian poets. Georgian poetry is a series of anthologies showcasing the work of a school of English poetry that established itself during the early years of reign of King George V of the United Kingdom. ആരെന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കലും മാത്രമല്ല ഈ യൂട്യൂബ് ചാനൽ കണ്ടന്റ് ആയിട്ടുള്ളത്, വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. സോ ജോർജിയൻ പോയിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്ത പോയിറ്റ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ ലാസ്ലസ് അബ്രക്രോംബി, പിന്നെ റെയ്മണ്ട് അസ്ക്വിത്ത്, മോറിക്ക ബാരിങ്, എഡ്മണ്ട് ബ്ലണ്ടൺ, ജോർഡൻ ബോട്ടംലി, റുപ്പർട്ട് ബ്രൂക്ക്, G.K. ചെസ്റ്റർട്ടൺ, വില്യം ഹെൻറി ഡേവിസ്. അടുത്ത ഹാർലിയം റിനൈസൻസ്. ഹാർലിയം റിനൈസൻസ് വാസ് എ കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ റിവൈവൽ ദാറ്റ് occurred in the African American community in the 1920s and 1930s. 1920s-ലും 1930s-ലും ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയാണ് ഹാർലം റിനൈസൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. During this time, there was a resurgence of art, music, dance, fashion, and literature.
The movement was originally called the New Negro Movements and was marked by a renewed sense of racial pride and a sense of unity among African Americans. The New Negro, a 1925 anthology edited by Alain Locke. Uh, who were the participants in Harlem Renaissance? Various artists and social critics. പിന്നെ മെമ്പേഴ്സ് അടുത്ത വേറെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സോറ നിയൽ ഹഡ്സൺ, കൗണ്ടർ കള്ളൻ, ലാങ്സ്റ്റൺ ഹ്യൂസ്, അലൈൻ ലോക്ക്, ഇവരൊക്കെയായിരുന്നു ഹാർലം റിനൈസൻസിൻ്റെ വേറെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വാർ പോയിറ്റ്സ്, അടുത്ത വാർ പോയിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. വാർ പോയിറ്റ്സ് എന്ന് പറയുന്നത് സോൾജിയേഴ്സ് ആണ്, ഡെഫിനറ്റ്ലി സോൾജിയേഴ്സ് ഹു ഡോക്യുമെൻറ്റഡ് ദർ war experiences, അവരുടെ war experiences ഡോക്യുമെൻ്റ് ചെയ്ത സോൾജിയേഴ്സ് ആയിരുന്നു ഈ വാർ പോയിറ്റ്സ് എന്ന് പറയുന്നത്. പെർട്ടിക്കുലർലി ഇവർ പട്ടാളക്കാരായിരിക്കും. ഏർലിയർ വാർ പോയിറ്റ്സ് പ്രസൻറ്റഡ് എ പോസിറ്റീവ് ഇമേജ് ഓഫ് war. ഏർലിയർ പോയിറ്റ്സ് ഒക്കെ വാർ പോയിറ്റ്സ് ഒക്കെ ഒരു പോസിറ്റീവ് ഇമേജ്, വാറിൻ്റെ ഒരു പോസിറ്റീവ് ഇമേജ് ആയിരുന്നു ഏർലിയർ പോയിറ്റ്സ് കൊടുത്തുകൊണ്ടിരുന്നത്. റുപ്പർട്ട് ബ്രൂക്ക് വെൽക്കംഡ് war with a spirit of patriotic idealism. ഒരു ദേശസ്നേഹത്തിൻ്റെ ആ ഒരു ഐഡിയലിസം പറഞ്ഞിട്ടുണ്ടായിരുന്നു റുപ്പർട്ട് ബ്രൂക്ക് വാറിനെ വെൽക്കം ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വാർ പോയിറ്റ്സ്, ഏർലിയർ വാർ പോയിറ്റ്സ് ഒരു പോസിറ്റീവ് ഇമേജാണ് വാറിനെ കുറിച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ സീച്ച്വുഡ് സാസൂൺ 1886 ആണ് പുള്ളി ജനിക്കുന്നത്. 1967 മരിക്കുന്നത്. പിന്നെ ആൻറ്റി വാർ പോയിറ്റ്സ് ഉണ്ട്. ഈ വാർ പോയിറ്റ്സിന് എതിരായിട്ടുള്ള ഒരു ടീമുണ്ട്, അതാണ് ആൻറ്റി വാർ പോയിറ്റ്സ് എന്ന് പറയുന്നത്. വിൽഫ്രിഡ് ഓവൻ, ആന്തം ഫോർ ഡൂംഡ് യൂത്ത്, ആന്തം ഫോർ ഡൂംഡ് യൂത്ത് 1970 അത്. പിന്നെ ഐസക് റോസൻബർഗ് 1890 to 1918 വരെയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത ആൾക്കാർ അടുത്ത ആൻറ്റി വാർ പോയിറ്റ്സിൽ ആരൊക്കെയായിരുന്നു? റോബർട്ട് ഗ്രേസ്, ഡേവിഡ് ജോൺസ്, ഐവർ ഗേർണി, എഡ്വേർഡ് തോമസ്. ഇനി ലോസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അമേരിക്കൻ റൈറ്റേഴ്സ് ആയിരുന്നു. പെർട്ടിക്കുലർലി അമേരിക്കയിൽ ഉള്ള എഴുത്തുകാരാണ് ഈ ലോസ്റ്റ് ജനറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹു കെയിം ഓഫ് ഏജ് during First World War and established their literary reputations in the 1920s. So a group of American writers who came of age during First World War and established their literary reputations in the 1920s. അതായിരുന്നു ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്. The term is also used more generally to refer to the post-First World War generation. The generation was lost in the sense that its inherited values were no longer relevant in the post-war world, and because of its spiritual alienation from a United States that basking under press. സോ ലോസ്റ്റ് ജനറേഷനിൽ ഇൻക്ലൂഡ് ചെയ്ത പോയിറ്റ്സ് ആരൊക്കെയായിരുന്നു, റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? ഏർണസ്റ്റ് ഹെമിംഗ്വേ, ജെറ്റ്രൂഡ് സ്റ്റെയിൻ, എഫ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ്, ടി.എസ്. എലിയട്ട്, ജോൺ ഡോസ് പാസോസ്, എസ്ട്രാ പൗണ്ട്, വില്യം ഫോക്നർ, പിന്നെ സിൽവിയ ബീച്ച്, ഇ കമ്മിങ്സ്, പിന്നെ എഡ്മണ്ട് വിൽസൺ, വിൽഫ്രഡ് ഓവൻ. ഇവരൊക്കെയായിരുന്നു ലോസ്റ്റ് ജനറേഷൻ ഇൻക്ലൂഡ് ചെയ്ത മെമ്പേഴ്സ് എന്ന് പറയുന്നത്, റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ബ്ലൂംസ്ബെറി ഗ്രൂപ്പ്. ബ്ലൂംസ്ബെറി ഗ്രൂപ്പ് ഓർ ബ്ലൂംസ്ബെറി സെറ്റ് എന്നും കൂടെ ഒന്ന് അറിയപ്പെടുന്നുണ്ട്. വാസ് എ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ്, ഇൻ്റലക്ച്വൽസ്, പ്രൊഫസേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് in the first half of the 20th century, including Virginia Woolf, John Maynard Keynes, E.M. Foster, Vanessa Bell, and Lytton Strachey.
This loose collective of friends and relatives was closely associated with the University of Cambridge for the men and King's College London for the women, and they lived, worked, or studied together near Bloomsbury, London. അപ്പോൾ ഒരു ബ്ലൂംസ്ബെറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ലൂസ് കളക്റ്റീവ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ഒരു ടീമായിരുന്നു അവരെന്ന് പറയുന്നത്. വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ഫോർ ദ മെൻ ആൻഡ് കിങ്സ് കോളേജ് ഓഫ് ലണ്ടൻ ഫോർ ദ വിമൻ. സോ ബ്ലൂംസ്ബെറി ഗ്രൂപ്പ് ഡയറക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജുമായിട്ടാണ്. സോ അത് ആണുങ്ങൾക്കുള്ള ഗ്രൂപ്പായിരുന്നു. ആൻഡ് കിങ്സ് കോളേജ് ലണ്ടൻ ഫോർ ദ വിമന് വേണ്ടിയിട്ടായിരുന്നു കിങ്സ് കോളേജ്, ലണ്ടനിലുള്ള കിങ്സ് കോളേജ് എന്ന് പറയുന്നത്. ദേ ലിവ്ഡ്, വർക്ക്ഡ് ഓർ സ്റ്റഡീഡ് ടുഗെദർ നിയർ ബ്ലൂംസ്ബെറി, ലണ്ടൻ. അടുത്ത സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പി ജിക്കൊക്കെ പഠിച്ചതായിരിക്കും. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് എ narrative device that attempts to give the written equivalent of the character's thought process either in a loose interior monologue or in connection to their actions. ആരുമില്ലേ? ജോയിൻ ചെയ്തവരൊക്കെ പോയോ? ഇത് നെറ്റിന് മാത്രമല്ല, നമുക്ക് ഡിഗ്രിക്കും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ടോപ്പിക്സ് ആണ്. ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നവർക്കും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കും ഒക്കെ വേണ്ട പോർഷൻസ് ആണ് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു നറേറ്റീവ് ഡിവൈസാണ്. ഇതൊരു പോയറ്റിക് ഡിവൈസ് അല്ല. ഇതൊരു കഥകളിലും ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറീസ് അതിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ദാറ്റ് അറ്റംപ്റ്റ്സ് ടു ഗിവ് ദ റിട്ടൺ ഇക്വിവാലന്റ് is a narrative device that attempts to give the written equivalent of the character's thought process either in a loose interior monologue or in a connection to their actions. ഒരു ഇൻറ്റീരിയർ മോണോലോഗിൻ്റെ രൂപത്തിലായിരിക്കും. അതായത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ മനസ്സിലൂടെയാണ് ഇൻറ്റീരിയർ മോണോലോഗ്, ആ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. ആൾ വിചാരിക്കുന്ന കാര്യങ്ങളും പല പല കാര്യങ്ങൾ മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കുക. അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഒരു ഇൻറ്റീരിയർ മോണോലോഗ്. മോണോലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻ യു ഹിയർ മീ? അപ്പോൾ ഒരു ഇൻറ്റീരിയർ മോണോലോഗിൻ്റെ രൂപത്തിലായിരിക്കും മനസ്സിലിങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അവരുടെ ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അവർ മനസ്സിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിൽ ഉപയോഗിക്കുന്നത്. In literary criticism, stream of consciousness is a narrative mode or method that attempts to depict the multitudinous thoughts and feelings which pass to the mind of a narrator. അപ്പോൾ ഈ ബേസിക്കലി നറേറ്ററിൻ്റെ മൈൻഡിലൂടെ പാസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിൽ ഉപയോഗിക്കുന്നത്. ആ റൈറ്ററിന് ആ സമയത്ത് എന്താണ് തോന്നുന്നത് അതായിരിക്കും ആ ഒരു വർക്കിൽ എഴുതിയിട്ടുണ്ടാവുക, എഴുതി വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലിങ്ക് ഇല്ലായിരിക്കും. വായിക്കുന്നവർക്ക് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. സോ സ്ട്രീം ഓഫ് കോൺഷ്യസ്, അതിൻ്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു ഈ ടെക്നിക്സ് ഉപയോഗിച്ചിരുന്ന റൈറ്റേഴ്സ്? സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കുന്ന ഒരു പേരാണ് ജെയിംസ് ജോയ്സ് എന്ന് പറയുന്നത്. ജെയിംസ് ജോയ്സ്, വില്യം ഫോക്നർ. ജെയിംസ് ജോയ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ വെർജീനിയ വോൾഫും ജെയിംസ് ജോയ്സും ആണ് നമ്മൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം ഫസ്റ്റ് ഈ രണ്ടുപേരുടെ പേരായിരിക്കും നമുക്ക് മനസ്സിൽ വരുന്നത്. പിന്നെ അതേഴ്സ് ജാക്ക് കെറോക്ക്, പിന്നെ മാർസൽ പ്രൗസ്റ്റ്, ടോണി മോറിസൺ ഒരു ആഫ്രോ അമേരിക്കൻ റൈറ്റർ ആയിരുന്നു.
ടോണി മോറിസൺ, ദ ബ്ലൂവസ്റ്റ് ഐ എന്നൊക്കെ പറഞ്ഞ് MA ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട്. ബ്ലൂവസ്റ്റ് ഐ എന്നൊക്കെ പറഞ്ഞ് ടോണി മോറിസൻ്റെ വർക്ക്. പിന്നെ വെർജീനിയ വുൾഫ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. സാമുവൽ ബക്കറ്റ്, പിന്നെ TS എലിയട്ട്, സാമുവൽ ബക്കറ്റ്, TS എലിയട്ട്, മിസ്സസ് ഡാലോവേ, പിന്നെ ഡൊറോത്തി റിച്ചാർഡ്സൺ. അടുത്തത് ബ്ലാക്ക് മൗണ്ടെയിൻ പോയിറ്റ്സിനെ നമ്മൾ പ്രൊജക്റ്റിവിസ്റ്റ് പോയിറ്റ്സ് എന്നും പറയും. ബ്ലാക്ക് മൗണ്ടെയിൻ പോയിറ്റ്സിന് ഈ ബ്ലാക്ക് മൗണ്ടെയിൻ പോയിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് mid-20th century അമേരിക്കൻ അവാൻഗാർഡ് ഉണ്ടായിരുന്ന ഓർ പോസ്റ്റ് മോഡേൺ പോയിറ്റ് സെൻറ്റേർഡ് ഓൺ ബ്ലാക്ക് മൗണ്ടെയിൻ കോളേജ് ഇൻ നോർത്ത് കരോളിന. സോ വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സോ ബ്ലാക്ക് മൗണ്ടെയിൻ പോയിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓൾസോ നോൺ ആസ് പ്രൊജക്റ്റിവിസ്റ്റ് പോയിറ്റ്സ്. ഇനി പ്രൊജക്റ്റിവിസ്റ്റ് പോയിറ്റ്സ് എന്നൊരു ടേം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂസ്ഡ് ആവരുത്. ബ്ലാക്ക് മൗണ്ടെയിൻ പോയിറ്റ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ സോ എ ഗ്രൂപ്പ് ഓഫ് mid-20th century അമേരിക്കൻ avant-garde or postmodern poets centered on Black Mountain College in North Carolina. So they are also known as interconnected poets. വരുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അതിൽ ഇൻക്ലൂഡ് ചെയ്ത പോയിറ്റ്സ് ആരൊക്കെയാണ്? റോബർട്ട് ക്രീലി, റോബർട്ട് ഡങ്കൻ, ഹിൽഡ മോർലി, ചാൾസ് ഓൾസൺ, എഡ് ഡോറോൺ, ജൊനാഥൻ വില്യംസ്, ജോൺ വീനേഴ്സ്, പോൾ ബ്ലാക്ക്ബേൺ, ഡെനിസ് ലെവർട്ടോൺ, ലാരി എഗ്നർ. ഇനി ന്യൂ അപ്പോക്കാലിപ്റ്റസ്. അപ്പോക്കാലിപ്റ്റോ എന്ന് പറഞ്ഞൊരു സിനിമ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇംഗ്ലീഷ് ഫിലിമാണ്. അതുമായിട്ടൊക്കെ ഓർത്ത് വെച്ച് പഠിക്കാൻ പറ്റും. ന്യൂ അപ്പോക്കാലിപ്റ്റസ് എന്ന് പറയുന്നത് എ പോയട്രി ഗ്രൂപ്പിംഗ് ഇൻ ദ UK in the 1940s taking their name from the anthology The Name Apocalypse. 1939 നെയിം അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന ഒരു നെയിം തന്നെ വരുന്നത്, കോയിൻ ചെയ്യുന്നത്, which was edited by സോ ന്യൂ അപ്പോക്കാലിപ്റ്റസ് എന്ന് പറഞ്ഞ ഒരു പോയട്രി ഗ്രൂപ്പിംഗ് ഇൻ ദ UK in the 1940s taking their name from the anthology The New Apocalypse. അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന ഒരു ആന്തോളജിയിൽ നിന്നാണ് ഈ ഒരു നെയിം ന്യൂ അപ്പോക്കാലിപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു നെയിം കോയിൻ ചെയ്യുന്നത്. ആ ഒരു ഗ്രൂപ്പിന് അങ്ങനെ ഒരു പേര് കിട്ടുന്ന ആ ഒരു വർക്കിൽ നിന്നാണ്, ആന്തോളജിയിൽ നിന്നാണ് 1939 അത് എഴുതിയത്. വിച്ച് വാസ് എഡിറ്റഡ് ബൈ JF ഹെൻറി ആണ് എഡിറ്റ് ചെയ്തത്. ഹെൻറി ട്രീസ് ഓൾസോ. JF ഹെൻറി ട്രീസും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു ദ ന്യൂ അപ്പോക്കാലിപ്സ് എന്ന് പറയുന്ന ആന്തോളജി എഡിറ്റ് ചെയ്യുന്നത്. ദ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ പൊളിറ്റിക്കൽ റിയലിസം ഓഫ് much of the 30s poetry drew for support upon D.H. Lawrence Apocalypse 1931, surrealism, myth and expressionism. ഇതിലുള്ള പോയിറ്റ്സ് എന്ന് പറയുന്നത് ഹെൻറി ട്രീസ്, JF ഹെൻറി, ഡൊറൈൻ കുക്ക്. അടുത്തത് സദേൺ അഗ്രേറിയൻസ്. 12 American Southerners who wrote an agrarian literary manifesto in 1913. They and their essay collection I will take my stand. The South and the agrarian tradition contributed to the Southern Renaissance, the reinvigoration of Southern literature in the 1920s and 1930s. മെമ്പേഴ്സ് ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ജോൺ ക്രൗൺ റാൻസം, റോബർട്ട് പെൻ വാരൻ, ഡൊണാൾഡ് ഡേവിഡ്സൺ, ജോൺ ഗൗൾഡ്, ഹെച്ചർ, ഹെൻറി ബ്ലൂക്ലെയിൻ,
ലൈൽ എച്ച് ലാനിയർ, ആൻഡ്രൂ നെൽസൺ വിത്ത്, ഇവരൊക്കെയായിരുന്നു. ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞതാണ് ഇതെന്ന് പറയുന്നത് മോഡേൺ ഏജിൽ. അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് റൈമേഴ്സ് ക്ലബ്ബ് നോക്കിയിരുന്നു, ഐറിഷ് ഡ്രമാറ്റിക് മൂവ്മെൻറ്റ്, പിന്നെ ഓഡൻ ഗ്രൂപ്പ് ഓഫ് 30s പോയിറ്റ്സ് ഓർ ഓഡൻ ജനറേഷൻ, പിന്നെ ജോർജിയൻ പോയിറ്റ്സ്, ഹാർലം റിനൈസൻസ്, പിന്നെ എന്താ വാർ പോയിറ്റ്സ്, ആൻറ്റി വാർ പോയിറ്റ്സ്, ലോസ്റ്റ് ജനറേഷൻ, ബ്ലൂംസ്ബറി ഗ്രൂപ്പ് ഓർ ബ്ലൂംസ്ബറി സെറ്റ്, ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, പിന്നെ ബ്ലാക്ക് മൗണ്ടെയിൻസ് പോയിറ്റ്സ് ഓർ പ്രൊജക്ടിവിസ്റ്റ് പോയിറ്റ്സ്, ന്യൂ അപ്പോക്കാലിപ്റ്റിക്സ്. പിന്നെ അത്രയുമായിരുന്നു നമ്മളൊന്ന് നോക്കിയ ടോപ്പിക്സ്. ഇനി നമ്മൾ റൊമാൻറ്റിക് ഏജ് ആണ് നോക്കുന്നത്. റൊമാൻറ്റിക് ഏജ് കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം ഇന്നത്തെ ലൈവ്. റൊമാൻറ്റിക് ഏജിൽ ലേറ്റ് പോയിറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. എനി ഓഫ് ദ ഇംഗ്ലീഷ് പോയിറ്റ്സ് വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോൾറിഡ്ജ് ആൻഡ് റോബർട്ട് സതേ, who lived in the English Lake district of Cumberland and Westmoreland, now Cumbria എന്നാണ് അറിയപ്പെടുന്നത്, at the beginning of the 19th century. സോറി. ഇപ്പോൾ ലേക്ക് പോയിറ്റ്സ് എന്ന് പറയുന്നത്, ലേക്ക് പോയിറ്റ്സ് എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ, എസ് ടി കോൾറിഡ്ജും, വില്യം വേർഡ്സ്വർത്തും, സാമുവൽ ടൈലർ കോൾറിഡ്ജ്, റോബർട്ട് സതേ, ഇവർ മൂന്നുപേരായിരുന്നു ലേക്ക് പോയിറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവർ മൂന്നിനും കൂടിയ ഒരു എനി ഓഫ് ദി ഇംഗ്ലീഷ് പോയിറ്റ്സ് വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോൾറിഡ്ജ്, റോബർട്ട് സതേ, who lived in the English Lake district of Cumberland. പിന്നെ വെസ്റ്റേൺ മോർലാൻഡ്, ഇന്ന് അത് അറിയപ്പെടുന്ന നൗ ഇറ്റ് ഈസ് നോൺ ആസ് കംബ്രിയ എന്നുള്ള പേരിലാണ്. സോ ലേക്ക് ഡിസ്ട്രിക്റ്റ് ഓഫ് കംബർലാൻഡിലെ ഇംഗ്ലീഷ് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ് ഈ ഏത് റൈറ്റേഴ്സ് ആണെങ്കിലും അവരെ പറയുന്നതെന്ന് പറയുന്നത് ലേക്ക് പോയിറ്റ്സ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വില്യം വേർഡ്സ്വർത്ത്, എസ് ടി കോൾറിഡ്ജ്, റോബർട്ട് സതേ. ഇത് 19th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിലാണ് ഈ ഒരു ലേക്ക് പോയിറ്റ്സ് ആ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അടുത്ത സേറ്റനിക് സ്കൂൾ ഓഫ് പോയിട്രി ആണ്. സേറ്റനിക് സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറയുന്നത്, സേറ്റനിക് സ്കൂൾ വാസ് എ നെയിം അപ്ലൈഡ് ബൈ റോബർട്ട് സതേ ടു എ ക്ലാസ് ഓഫ് റൈറ്റേഴ്സ് ഹെഡഡ് ബൈ ബൈറൺ ആൻഡ് ഷെല്ലി. ഈ ഒരു സേറ്റനിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു നെയിം തന്നെ ഇട്ടത് റോബർട്ട് സതയാണ്. ടു എ ക്ലാസ് ഓഫ് റൈറ്റേഴ്സ് ഹെഡഡ് ബൈ ബൈറണും ഷെല്ലി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഈ അവർ നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ സേറ്റനിക് സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറയുന്നത്. ആ ഒരു പേര് വയ്ക്കുന്നതെന്ന് പറയുന്നത് റോബർട്ട് സതയാണ്. because according to him their productions were characterized by a satanic spirit of pride and audacious impiety. നമുക്കറിയാം ഈ ചെകുത്താന് ഒരു പ്രൈഡ് ഉണ്ട് അല്ലേ, ഒരു അഹങ്കാരമുണ്ട്, ഒഡേഷ്യസ് ഇമ്പൈറ്റ്, ഒരു എന്തോ വലിയ ആളാന്നുള്ളൊരു ഭാവമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ, ബിക്കോസ് അക്കോർഡിംഗ് ടു ഹിം ദർ പ്രൊഡക്ഷൻസ് വെർ ക്യാരക്ടറൈസ്ഡ് ബൈ, അവരുടെ ആ ഒരു പ്രൊഡക്ഷൻസ് എല്ലാം അതിനുമായിട്ട് അക്കോർഡിംഗ്ലി അങ്ങനത്തെ ഒരു പ്രൈഡ് ആൻഡ് ഒഡേഷ്യസ് ഇമ്പൈറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു എന്ന് പറയാം. അതാണ് സേറ്റനിക് സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറയുന്നത്. വളരെ ബ്രീഫായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. കോഗ്നിക് സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറയുന്നത് എന്താണ് അടുത്തത്? Cockney School of Poetry is a group of poets and essayists writing in England in the second and third decades of the 19th century. The term came in the form of hostile reviews in Blackwood's magazine 1870. So അതിനകത്ത് മെമ്പേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ജോൺ കീറ്റ്സ് ഉണ്ടായിരുന്നു, പേഴ്സി ബെഷ് ഷെല്ലി ഉണ്ടായിരുന്നു, ഷെല്ലിയും കീറ്റ്സും, മേരി ഷെല്ലി, പിന്നെ പി ബി ഷെല്ലി ഉണ്ട്, രണ്ടുപേരും ഉണ്ട് കേട്ടോ, പി ബി ഷെല്ലി ഉണ്ട്, മേരി ഷെല്ലി ഉണ്ട്. ജോൺ കീറ്റ്സ്, പി ബി ഷെല്ലി, മേരി ഷെല്ലി, വില്യം ഹാസ്ലിറ്റ്, ബെഞ്ചമിൻ റോബർട്ട് ഹെയ്ഡൻ, റോബർട്ട് ബൈറൺ, ഇത്രയും പേരായിരുന്നു കോഗ്നി സ്കൂൾ ഓഫ് പോയിട്രിയിൽ ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് ആൻഡ് എസ്സേസ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ സെക്കൻഡ് ആൻഡ്
third decades of the 19th century. The term came in the form of hostile reviews in Blackwood's magazines in 1870. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡാർക്ക് റൊമാൻറ്റിക്സ് ആണ്. അപ്പോൾ കോഗ്നി സ്കൂൾ ഓഫ് പോയിട്ട് മനസ്സിലായല്ലോ. അതായത് നയൻറ്റീൻ സെഞ്ച്വറിയിൽ സെക്കൻഡ് തേർഡ് ഡെക്കേഡ്സിൽ എഴുതിയിരുന്ന റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പോയിറ്റ്സ് എസൈസ്റ്റൊക്കെയാണ് ഈ കോഗ്നി സ്കൂൾ ഓഫ് പോയട്രിയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ടേം എന്ന് പറയുന്ന ഇൻ ദ ഫോം ഓഫ് ഹോസ്റ്റൽ റിവ്യൂസ് ഇൻ ബ്ലാക്ക്വുഡ്സ് മാഗസിൻ 1870. പിന്നെ അത് മെമ്പേഴ്സ് ഞാൻ പറഞ്ഞു, ജോൺ കീറ്റ്സ്, PB ഷെല്ലി, മേരി ഷെല്ലി, വില്യം ഹാസ്ലിറ്റ്, ബെഞ്ചമിൻ, റോബർട്ട് ഹെയ്ഡൻ ആൻഡ് ലോർഡ് ബൈറൺ, ഇവരൊക്കെ ആയിരുന്നു. സോ ഇന്ന് ഇതിൽ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡാർക്ക് റൊമാൻറ്റിക്സ് തൊട്ടുള്ള ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. താങ്ക് യു.